ആവശ്യമുള്ള വചനം തരണമേ എന്ന് പറഞ്ഞാട്ട് വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. നല്ല കർത്താവേ, ഇന്ന് രാത്രി വചനം പ്രകാശിപ്പിച്ച് നൽകണമേ. പ്രാണനെ തണുപ്പിക്കുന്ന വചനം, അജ്ഞനെ ജ്ഞാനിയാക്കുന്ന വചനം, കണ്ണു തുറപ്പിക്കുന്ന വചനം, കെട്ടുകൾ അഴിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, സ്വാതന്ത്ര്യം നൽകുന്ന വചനം രാത്രി ഞങ്ങൾക്ക് നൽകി തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്പം നീണ്ട വരുന്ന ഭാഗങ്ങൾ വായിക്കുവാനുണ്ട്. വായിക്കുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിക്കുക. ഈ യോഗത്തിന് നല്ല ചെലവുണ്ട്, നല്ല അധ്വാനമുണ്ട്. ഒരു വർഷം മുന്നേ പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ ക്രീം എന്ന് പറയുന്നത് ഈ സമയമാണ്. ഇത് നമുക്ക് പ്രയോജനപ്പെടണം. ഇത് നിലനിൽക്കുന്ന ഫലങ്ങൾ ഉളവാക്കണം. അതിന് നല്ല ശ്രദ്ധയോടുകൂടെ വചനം അറ്റൻഡ് ചെയ്യണം. ലൂക്കോസ് 24:13 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, നീണ്ട വാക്യങ്ങൾ വായിക്കാനുണ്ട്. നന്നായി വചനം വായിക്കുന്ന ദേവദാസന്മാരിൽ ഒരാൾ ഇപ്പോൾ അത് വായിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ലൂക്കോസ് 24:13 മുതൽ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു.
അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ചെയ്ത 7 കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഡിസംബറിൽ ഞാൻ ശരീരത്തിൽ ക്ലേശമായിരുന്നതുകൊണ്ട് ഇവിടെ വന്നില്ല. കോട്ടയത്ത് ഷാജി പാസ്റ്റർ യോഗത്തിന് പോയില്ല. പല യോഗങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് കർത്താവ് ധ്യാനിക്കുവാനായിട്ട് പ്രകാശിപ്പിച്ച ഒരു ചാപ്റ്ററാണ് ലൂക്കോസ് 24. അത് വളരെ സമയം ആവർത്തിച്ച് വായിക്കാനൊരു ആത്മപ്രേരണയുണ്ടായി. പിന്നീട് അതൊരു കൊച്ചു ബുക്കായിട്ട് ഞാൻ എഴുതി. അതിവിടെ കൊണ്ടുവന്നിട്ടില്ല. അതെ, ജോൺസൺ പാസ്റ്റർക്ക് ഒരു കോപ്പി നേരത്തെ കൊടുത്തിരുന്നു. ആ ധ്യാന ചിന്തകൾ മുഴുവനും പ്രസംഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എഴുതിയത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും കിട്ടും. എന്നാൽ അതിനകത്തെ പ്രധാനപ്പെട്ട 7 കാര്യം ഇന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കുടുംബം യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി. ഏതാണ് ആ കുടുംബം? ക്ലെയോപ്പാവും തൻ്റെ ഭാര്യയും. ഭാര്യയാണെന്ന് ആര് പറഞ്ഞു? ഞാനൊരു ഊഹം വെച്ചെന്ന് പറയുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി, നമുക്ക് പരിഹരിക്കാം. ഒരാളുടെ പേര് ക്ലെയോപ്പ വന്ന് കാണുന്നുണ്ട്. മറ്റേത് പുള്ളിക്കാരത്തെ ആയിരിക്കുമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. കാരണം ഒരുമിച്ച് നടക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് ഭാര്യയും ഭർത്താവുമാണ്. രണ്ടാമത്തെ കാരണം, വീടിന്റെ വഴിക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞ് ഈ ഗസ്റ്റിനെ വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ 2 പേരും ഒരു വീട്ടുകാരായിരിക്കണം. അപ്പം അത് സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവര് തർക്കിച്ചുകൊണ്ട് നടന്നു. കുടുംബമാണെ തർക്കിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തർക്കം കുടുംബത്തിലല്ലേ? അതെ, കാരണം ഇപ്പം നമ്മൾ തമ്മിൽ തർക്കിക്കാൻ നേരെയില്ല. ഞാൻ നാളെ പോകില്ലേ എന്ന് ഒരുമിച്ച് താമസിക്കുന്നവരാണെന്ന് തർക്കം ഉണ്ടാവും. തർക്കത്തിന്റെ വേറൊരു കാരണം എന്താ വെച്ചാൽ 2 പേർക്കും ജീവനുള്ളതുകൊണ്ടാണ്, 2 പേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്, 2 പേരും 2 മനുഷ്യരായതുകൊണ്ടാണ്, 2 കാഴ്ചപ്പാടായതുകൊണ്ടാണ്. എന്നോർത്ത് വഴക്കല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അത് വഴക്കാകുന്നതിന് മുമ്പ് നിർത്തിയേക്കണം. എല്ലാ പ്രാവശ്യവും ഒരാൾ തന്നെ ജയിക്കണമെന്ന് നിർബന്ധിക്കരുത്. ഒരാൾ ഒരു പ്രാവശ്യം ജയിച്ചാൽ അടുത്ത പ്രാവശ്യം മറ്റേയാളെ ജയിപ്പിക്കാനായിട്ട് ഉത്സാഹിക്കുക. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പോകാനായിട്ട് ചില ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ മുമ്പോട്ട് പോകാം. സ്തോത്രം. ഇവര് 2 പേരും ഇങ്ങനെ യെരൂശലേമിൽ നിന്ന് മോശിലോട്ട് പോകുക. ഇവിടെ വായിച്ചത് 7 നാഴിക എന്നാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ 11 കിലോമീറ്റർ, ഏകദേശം 11 കിലോമീറ്റർ ദൂരമുണ്ട്. അവർ കാൽനടയായിട്ടാണ് പോയത്. അന്ന് വാഹനങ്ങളിലായിരുന്നു. ഇവർ നടന്നു പോവുകയാണ്. ഇവർ പോകുന്നത് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലോട്ടാണ്. സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന്, വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന്, വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത് നിന്ന്, വല്ലതുമൊക്കെ മേടിച്ച് കഴിക്കാൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഗ്രാമത്തിലോട്ട് പോവുകയാണ്. ഇവരുടെ പോക്ക് ഉയർച്ചയും താഴ്ചയിലേക്കാണ്, നിരാശയിലേക്കാണ്, പരാജയത്തിലേക്കാണ്. കാരണം യേശുവിനെ കുറിച്ച് ഇവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നതുപോലെ തോന്നിയത് കൊണ്ടാണ് ഇവർ തിരിച്ചു പോയത്. ഇതൊരർത്ഥത്തിൽ ഒരു മടങ്ങിപ്പോക്കായിരുന്നു. ഇതൊരർത്ഥത്തിൽ ഒരു പിന്മാറ്റമായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് യേശു കൂടെ നടന്നു. ഒരു വാക്യം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ. ഉയർച്ചയുടെ സമയത്ത് അനേകരും ഓർക്കും, താഴ്ചയുടെ സമയത്ത് പലരും മറക്കും. താഴ്ചയുടെ സമയത്ത് ഓർക്കുന്ന ഒരുത്തനോട് അവന്റെ പേര് യേശു. നമ്മുടെ ബലഹീനതയുടെ സമയത്ത്,
നമ്മുടെ പരാജയത്തിന്റെ സമയത്ത്, നമ്മുടെ നിരാശയുടെ സമയത്ത്, നമ്മുടെ ഏകാന്തത്തിന്റെ സമയത്ത്, നമ്മുടെ തളർച്ചയുടെ സമയത്ത്, നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് കൂടെ വരാൻ ഒരുത്തനേ ഉള്ളൂ. അവനാണ് കർത്താവായ യേശു. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. താഴ്ചയിൽ ഓർത്തവനെ ഉയർച്ചയിൽ മറക്കരുത്. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഉത്തരവള്ളി എന്നെ വിശാല സ്ഥലത്താക്കി. വിശാല സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യുക? ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചു. വിശാല സ്ഥലത്ത് വന്നിട്ടോ യഹോവയെ മറക്കരുത്. താഴ്ചയിൽ ഓർത്തവനെ ഉയർച്ചയിൽ മറക്കരുത്. യെരൂശലേമിന്റെ മോസിലേക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മടുപ്പാണ്. സ്തോത്രം. ഒരിക്കൽ BBSന് ഒരാഴ്ച ക്ലാസ് എടുത്തിട്ട് പോകുന്നന്ന്, ഗ്രാജുവേഷൻ തീരുന്നന്ന് പേരൻസിനെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി 500-1000 പേരുള്ള മീറ്റിംഗിൽ BBSന്റെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചാവി കൊടുത്താൽ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന പാവയുടെ പാവ. പുള്ളി പറഞ്ഞത്, ഇതുപോലെ ഞാൻ ഈ പിള്ളേർക്കെല്ലാം ഇപ്പൊ ചാവി കൊടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ അവര് ഡാൻസ് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾ ചാവി കൊടുത്തോണം, ഇല്ലെങ്കിൽ അനങ്ങത്തില്ല. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം അങ്ങനെ അല്ലെങ്കിലും അതിനോട് ഉപമിക്കാം. ഇത് വിശ്വാസയാത്രയാണ്. ഒന്നും കാണാൻ വേണ്ട. കർത്താവ്, സ്വർഗം, പൗരത്വം, ജീവവൃക്ഷം, 1000 ആണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊരു വിശ്വാസമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ചാവി കൊടുക്കുക. നമ്മൾ ആവേശഭരിതരാകത്തക്കവണ്ണം, നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടത്തക്കവണ്ണം വചനത്താൽ നിങ്ങളെ ഞങ്ങൾ ചാർജ് ചെയ്യുകയാണ്. എന്നാൽ ഇവർക്ക് ആ ചാർജ് അഴിഞ്ഞുപോയി. ചാർജ് പോയാൽ എന്താ ചെയ്യാ? മൊബൈല് കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്ലഗിലോട്ടൊന്ന് കണക്ട് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് പൈസ ഉണ്ടെങ്കിലും ഫോൺ വർക്ക് ചെയ്യത്തില്ല. കാരണം ചാർജ് പോയി എന്ന് പറയും. അതിനെ റീചാർജ് ചെയ്തോണ്ടേ ഇരിക്കണം. വിശ്വാസ ജീവിതം റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല്ല എന്ന കാര്യം മറക്കരുത്. ഇവർ ചാർജ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ യേശു അടുത്തിരിക്കുന്നു. ഞാൻ പറയാമെന്ന് പറഞ്ഞ 7 കാര്യം നിങ്ങളിൽ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രസംഗം മറക്കാതെ ഓർക്കാൻ പറ്റും. നമ്പർ 1, നാം അറിയാതെ നമ്മോടൊപ്പം നടക്കുന്ന യേശു. വാക്യം 13, 14, 15. നമ്പർ 2, നമ്മുടെ വിഷയത്തിൽ ഇടപെടുന്ന യേശു. വാക്യം 13. മൂന്നാമത്തെ കാര്യം 25-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. ശാസിക്കുന്ന യേശു. 4-ാമത്തെ കാര്യം 27-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. വചനം വ്യാഖ്യാനിക്കുന്ന യേശു. 5-ാമത്തെ കാര്യം മുമ്പോട്ട് പോകുന്ന ഭാവം കാണിക്കുന്ന യേശു. നാടൻ ഭാഷ പറഞ്ഞാൽ ആശിപ്പിക്കുന്ന യേശു, ഭാവം കാണിക്കുന്ന യേശു. 6-ാമത്തെ കാര്യം നിർബന്ധിച്ച് കരഞ്ഞാൽ തിരിച്ചു വരുന്ന യേശു. 7-ാമത്തെ കാര്യം കണ്ണു തുറക്കുന്ന യേശു. ഇത്ര കാര്യം നമുക്കുള്ള സമയത്തിനുള്ളിൽ പെട്ടെന്ന് ധ്യാനിച്ചു പോകാം. 1-ാമത്തേത്, നാം അറിയാതെ നമ്മോടൊപ്പം. ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പോവുക. തർക്കിച്ചു വാദിച്ചു. 15-ാം വാക്യം, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവനോട് ചേർന്ന് നടന്നു. സംസാരിച്ചു തർക്കിച്ചു. എന്താണ് തർക്കിച്ചത്? എന്താണ് വിഷയം? എന്തുകൊണ്ട് തർക്കം വന്നു? ഉത്തരം, യേശു ഉയർത്തോ ഇല്ലയോ? ഇതാണ് വിഷയം. എന്റെ ഒരു ചെറിയ പരിശോധനയിൽ ഉയർത്തു എന്ന കാര്യത്തിൽ മിസസ് ക്ലയോപാവ് കുറച്ച് നിൽക്കുക. ഉയർത്തില്ല എന്ന കാര്യത്തോട് അല്പം മനസ്സുകൊണ്ട് അടുപ്പമുണ്ട് ക്ലയോപാവ്. പുള്ളിക്കാരൻ
പുള്ളിക്കാരത്തേക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഊഹത്തിൽ നിന്നല്ല. 22-ാം വാക്യം നോക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോകും. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി കാണും കൂടത്തില്ല. കാരണം ക്രൂശിന്റെ അടുക്കലൊക്കെ പുള്ളിക്കാരത്തി എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറയ്ക്ക് ചെന്നു. വായിച്ചോ. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. കണ്ടു. അടുത്ത വാക്യം. അവൻ അവരോട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭ്രമിക്കുന്നത് എന്തിനാ? അവൻ ജീവിച്ചില്ലെന്ന് കേട്ടാലാണോ ഭ്രമം മാറുന്നത്? അവൻ ജീവിക്കുന്ന പ്രതീക്ഷയില്ലായിരുന്നു. മരിച്ചവൻ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. ഉയർത്തെന്ന് സ്ത്രീകൾ പറയുന്നു. ഞങ്ങൾ ഭ്രമിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഈ വീട്ടിലെ ആത്മീയ നിലവാരം മനസ്സിലായോ? സ്വപ്നം. പുള്ളിക്കാരന് അത്ര വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല. പുള്ളിക്കാരത്തി വളരെ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ സഭയിൽ ഇപ്പോഴും ഉണ്ട്. ഞായറാഴ്ച രാവിലെ 9:15 ഭാര്യയെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ സഭായത്തിന് ഇറക്കി വിട്ടേച്ച് പോകുന്ന ചായനുണ്ട്. നല്ല മനുഷ്യനാണ്. പക്ഷെ പുള്ളി യോഗത്തിൽ ഇരിക്കുകയല്ല. എന്നാൽ പുള്ളിക്കാരത്തെ വിടും. വേണേ വണ്ടിയെ കൊണ്ടുവിടും. തിരിച്ച് 1 മണിയാകുമ്പോൾ വന്ന് കെട്ടിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ അത്രയുമൊട്ടോ ഉറപ്പ് കിട്ടിയിട്ടില്ല. സ്ത്രീകളിൽ കുറച്ചുകൂടെ ഉറപ്പുണ്ട്. ഇവിടെ അപ്പൊ ഇതിങ്ങനെ ഉയർത്തു എന്ന് പറയുന്നു. ഉയർത്തില്ലെന്ന് ആരാ പറയുന്നത്? റോമൻ ഗവൺമെന്റാ പറയുന്നത്. യഹൂദന്മാരാ പറയുന്നത്. എങ്ങനെ പറയുന്നു? ഒരു ഭയങ്കര നുണയെ അവിടെ പറഞ്ഞുണ്ടാക്കി. അവിടെ ഡ്യൂട്ടിക്ക് നിന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു. കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു നുണ പറയണം. ഏതാണോ നുണ? ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന ഡെഡ് ബോഡി കൊണ്ടുപോയി. പഴയ കേസൊക്കെ ഇപ്പം 2ാമത് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുകയല്ലേ നമ്മുടെ കോടതികളിൽ. ഇതുപോലെ ഈ കേസ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഈ ഡ്യൂട്ടി നിന്നവരെ വിളിച്ചിട്ട്, നിങ്ങൾ ഉറങ്ങുമായിരുന്നോ? അതെ. നല്ല ഉറക്കായിരുന്നോ? അതെ. അപ്പൊ പിന്നെ കട്ടോണ്ട് പോയത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങാന്ന് പറഞ്ഞു നോണ, അല്ലെങ്കിൽ കട്ടെന്ന് പറഞ്ഞു നോണ. ഇവിടെ ഒരു തത്വം മനസ്സിലാക്കിക്കണം. ഒരു നുണയും നിലനിൽക്കുകയില്ല. അങ്ങനെയാണ് നിന്നെ കുറിച്ച് നുണ പറഞ്ഞാൽ എന്തിനാ വിഷമിക്കുന്നത്? 6 മാസം ഗ്യാരണ്ടി ഇതിനുള്ളൂ. അതുകൊണ്ട് നുണ പറച്ചിൽ നമുക്ക് കുറയ്ക്കാം, നേര് പറയാം. നുണയ്ക്ക് ആയുസില്ല. ആരെ കുറിച്ച് പറഞ്ഞാൽ അന്നേ കാലത്ത് ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് നുണ പറഞ്ഞിട്ട് വിജയിച്ചില്ല. അങ്ങനെയാണ് പാത്രത്തിൽ കൂടെ നുണ പറഞ്ഞാലോ കടലാസിൽ കൂടെ നുണ പറഞ്ഞാലോ ഒന്നും വിജയിക്കത്തില്ല. ഇതിനൊന്നും വലിയ ആയുസൊന്നുമില്ല. കുറെ കാലത്തേക്ക് നിൽക്കത്തുള്ളൂ. യേശു ഉയർത്തില്ലെന്ന് ഒരു ശക്തമായ നുണയാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടും എത്രയോ പേരാ യേശുവിന് വേണ്ടി മരിച്ചത്. അന്ന് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ യേശുവിന് വേണ്ടി ആയിരങ്ങൾ മരിച്ചു. അതിന്റെ കാരണം എന്നാ? അവർ ഉയർത്തവരെ കണ്ടു. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഇരുമ്പാണി അടിച്ച കൈകൾ അവർ കണ്ടു. മുഖത്തെ രോമം പറിച്ചെടുത്ത യേശുവിനെ അവർ ജീവനോടെ കണ്ടു. മുൾക്കിരീടം അടിച്ച ശിരസ്സുള്ള യേശുവിനെ അവർ വീണ്ടും കണ്ടു. പുറമെല്ലാം അടിച്ച് കീറപ്പെട്ട യേശുവിനെ അവർ ജീവനോടെ കണ്ടു. അവരിൽ ചിലർ തൊട്ടു നോക്കി. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സത്യം രൂപം കൊണ്ടു. അതെന്താണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ മരണം, ഇത്രയേ ഉള്ളൂ കുരിശ്, ഇത്രയേ ഉള്ളൂ പീഡനം എന്ന ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യം വന്നതുകൊണ്ട് മരിക്കാൻ അവർക്ക് ഭയമില്ലാതെയായി. ആകയാൽ യേശു ഉയർത്തു എന്ന സത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പൗലോസിന്റെ ഭാഷ ഞാൻ പറയട്ടെ. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. തിരിച്ചു പറയാം, ക്രിസ്തു ഉയർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അർത്ഥമുള്ളത്. യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഈ കൺവെൻഷനിൽ ഇരിക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ് ഈ പഴയ ബൈബിൾ ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി പാട്ട് പാടുമ്പോൾ നാം തുള്ളിച്ചാടുന്നത്. യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ് നാം ഇന്ന് രാത്രി സന്തോഷിക്കുന്നത്. ശ്രദ്ധിക്കാം. ഇങ്ങനെ
ഒരു തർക്കിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു അടുത്ത് ചേർന്ന് നടന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട് 16. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചത്. അത് എല്ലാ കർത്താവെ അങ്ങനെ ചെയ്തേ. എനിക്ക് ഉത്തരം കിട്ടി. യേശു ആണെന്ന് അറിഞ്ഞാൽ ഇവര് വർത്താനത്തിന്റെ ട്യൂൺ മാറ്റും. പിന്നെ ഗ്ലോറി എന്നൊക്കെ ഇടയ്ക്ക് പറയും. അതുകൊണ്ട് യേശു ആണെന്ന് വെളിപ്പെടുത്താൻ പോയില്ല, മിണ്ടാന്ന് നടന്നു പുറകെ. സ്വന്തം ഇതിനാണെന്നറിയോ, നമ്മുടെ മാതൃഭാഷ ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. സ്വന്തം ഞായറാഴ്ച നല്ല ഭാഷയില്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. കൺവെൻഷനിലാണേലോ ഗ്ലോറി അല്ലാതെ ഒന്നും പറയില്ല. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞുള്ള ഭാഷയാണ് നമ്മുടെ ഒറിജിനൽ ഭാഷ. ആ ഈശോയ്ക്കൊന്ന് കേൾക്കണോ നാട്ടിലുള്ള കാരണം മിണ്ടാന്ന് പറയാൻ നടക്കുക. സ്വതന്ത്രം അവനതറിയാനൊരാഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷയെ മാറ്റാം. ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാഷ മാറും കേട്ടോ. ഭാഷ മാറണം. മാന്യമായ ഭാഷ നമുക്കുണ്ടാകണം. യേശു ഒരിടത്തുകൂടെ നടക്കുക. രണ്ട് പേർ ഒരുമിച്ച് നടക്കണമെങ്കിൽ അഥവാ ഒരാളുടെ കൂടെ മറ്റൊരാൾ നടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. യേശു കർത്താവിന്റെ സ്പീഡ് എത്രയാ അറിയാമെന്നില്ല. പ്രകാശത്തിന്റെ സ്പീഡ് എത്രയാന്ന് കേട്ടിട്ടുണ്ട്? ലക്ഷക്കണക്കിന്. അങ്ങനെയാണ് പ്രകാശത്തെ സൃഷ്ടിച്ചവന്റെ സ്പീഡ് എന്താ? അപ്പൊ അവന്റെ സ്പീഡിലേക്ക് നമ്മൾ ഉയരത്തില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ സ്പീഡിലേക്ക് താന്നു. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. അതെ, അവൻ നമ്മുടെ സ്പീഡിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഒരുമിച്ച് താമസിക്കും. അടുത്തത്, അവന്റെ സ്വഭാവം, അവന്റെ വിശുദ്ധി ഓട് നാം ഉയരുന്നില്ല. അതെ, നാം അവന്റെ വിശുദ്ധിയിലേക്ക് ഉയരാതെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അവന്റെ ഭാഷയോട് യോജിക്കാതെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അവൻ നമ്മോടൊപ്പം നടക്കാൻ തയ്യാറായി. നാം കാണുന്നില്ലെന്നേ ഉള്ളൂ. യേശു നമ്മോടൊപ്പം വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാർഗം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ദൈവത്തെ അല്ല വെളിപ്പെടുത്തുന്നത്. ഭക്തന്മാരുടെ കൂടെ നടക്കുന്ന യേശു കൂടി വരുമ്പോൾ ഉള്ള ദൈവ സാന്നിധ്യം നമുക്കറിയാം. എന്നാൽ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം എല്ലാവർക്കും അറിയില്ല. നമ്മൾ കാര്യം പലതും വിട്ടെങ്കിലും ഈ കൂടി വരുന്നിടത്താണ് ദൈവം ഒരു ധാരണയുണ്ട്. കൂടി വരുന്നിടത്തുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ ഞാനുണ്ട്. എന്നാൽ അവൻ കൂടെ വരുന്നുണ്ട്. കൂടി വരുന്നിടത്തവരുണ്ട്. കൂടെ അവൻ വരും. ഇതാണ് കർത്താവിന്റെ പ്രത്യേകത. നിങ്ങൾ എവിടെയായാലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ജയിലിലാണെങ്കിൽ അവൻ അവിടെ ഉണ്ടാവും. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു, കിടത്തിൽ ഉണ്ടായിരുന്നു, പൊത്തിപ്പേരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, സിംഹാസനത്തിൽ ഉണ്ടായിരുന്നു, അപ്പന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. നീ എവിടെയോ അവിടെ അവനുണ്ട്. സ്തോത്രം! എത്ര നല്ല ദൈവം, എത്ര നല്ല കർത്താവ്! നാം എവിടെയായാലും നമ്മോടൊപ്പം അവൻ വരാൻ ഇഷ്ടപ്പെടുന്നു. ഈ കർത്താവ് എത്ര നല്ലവനാണ്! സ്തോത്രം! നാം കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ അവൻ കൂടെയുണ്ട്. നാം ഭീഷണിയിൽ, ഭയത്തിൽ, ഞെരുക്കത്തിലായിരിക്കുമ്പോൾ അവൻ കൂടെയുണ്ട്. ഇതാണ് ഈ സംഭവത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ സന്ദേശം ശരിയായിട്ട് മനസ്സിലാക്കാത്ത ഒരാള് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലോ അവരോട് ഞാൻ പറയാൻ പോവാ, നിങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടെത്തണം. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങളെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ടോ, നിങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടോ, മറ്റാരെങ്കിലും കൂടെയോ വന്നിട്ടോ
കാസറ്റിലൂടെയോ ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ, നിങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ, നിങ്ങളോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ദൈവമുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ, യേശു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അരുളി ചെയ്ത യേശു. എന്തുകൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു? അവൻ ഒറ്റയ്ക്കായതുകൊണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ കൊലപാതകം ചെയ്യുന്നു? അവൻ ഒറ്റയ്ക്കായതുകൊണ്ട്. നിങ്ങൾ നശിക്കണ്ട, കൂടെ വരാൻ ഒരുത്തരുണ്ട്. നീ കഞ്ചാവ് ഉപയോഗിക്കണ്ട, കൂടെ വരാൻ ഒരുത്തരുണ്ട്. ലഹരി മരുന്നിനെ സഹായത്തിന് വിളിക്കണ്ട, കൂടെ വരാൻ ഒരുത്തരുണ്ട്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലെ എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഈ ആൾക്കൂട്ടമൊക്കെ ഇവിടെ നിന്ന് പിരിയും. നമ്മളെല്ലാം ഒറ്റയ്ക്കാകും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ഒറ്റയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് കുറെ പേര് കൂടെ കൂടിയെങ്കിലും ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകും. വന്നതൊറ്റയ്ക്ക്, കരഞ്ഞതൊറ്റയ്ക്ക്, പ്രതിസന്ധി അഭിമുഖിച്ചത് ഒറ്റയ്ക്ക്, അപമാനം ചുവന്നത് ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് നീ ഇവിടുന്ന് പോകും. അവസാനത്തോളം കൂടെ വരാമെന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. ഇന്ന് രാത്രി അവന്റെ കയ്യൊക്കെ പിടിച്ചോ. ഇന്ന് രാത്രി അവന്റെ കയ്യൊക്കെ പിടിച്ചോ. ഇന്ന് രാത്രി രക്തം ജയം, രക്തം ജയം, രക്തം ജയം. നിനക്ക് പിടിക്കാനൊരു കൈ ഇന്ന് രാത്രി ഞങ്ങൾ കാണിച്ചു തരാം. നീ ഒറ്റയ്ക്കല്ല. ഈ കുഴിയിൽ നീ മരിക്കുകയില്ല. ഈ നിരാശയിൽ നീ തളരുകയില്ല. നിന്റെ കൈക്ക് പിടിക്കാൻ ഒരുത്തരുണ്ട്. ജീസസ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഈ ബഹുപുരുഷാരത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച സംഭവങ്ങളുടെ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നപ്പോൾ അവൻ കയ്യെ പിടിച്ച സംഭവം വല്ലോ ഓർമ്മയുണ്ടോ? അവൻ ചെവിയിൽ മന്ത്രിച്ച സംഭവം വല്ലോ ഓർമ്മയുണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുടെ വലക്കൈ കൊണ്ട് ഞാൻ നിന്നെ തരും. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നദി നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിലൂടെ കടന്നാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. സുവിശേഷ പ്രസംഗം നിങ്ങൾക്ക് ധൈര്യം തരുന്നു. സുവിശേഷ പ്രസംഗം നിങ്ങളുടെ ഭീതി അകറ്റുന്നു. സുവിശേഷ പ്രസംഗം കഴിയുമ്പോൾ എനിക്കൊരാളുണ്ട് എന്ന ബോധ്യം വരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം വരുന്നു. ഇന്ന് രാത്രി ചിലരുടെ ഭയം പൊട്ടി മാറുന്നു. ഇന്ന് രാത്രി ചിലരുടെ നിരാശ വിട്ടു മാറുന്നു. യേശുവിന്റെ പരമാധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അതിവിടെ ഇപ്പോൾ സംഭവിക്കുന്നു. വിശ്വസിക്കുക. നിന്റെ വിടുതൽ ഏറ്റെടുക്കുക. വിശ്വസിക്കുക. നിന്റെ അത്ഭുതം, നിന്റെ അത്ഭുതം, നിന്റെ അത്ഭുതം. Ready, ready, receive, receive your miracle now. Rabalama, shabalama, orabala, hakalama, shia, urabalama, sabba. എന്താണ് ഒരു സുവിശേഷ യോഗത്തിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? എന്താ പ്രതീക്ഷിക്കുന്നത്? പുതിയ കുറച്ച് പോയിന്റ് കേൾക്കുക. No, no. ഹോള വലകൈ വീട് പ്രവർത്തിക്കുന്നു. ഹോള വലകൈ ഉയർന്നിരിക്കുന്നു.
ഈ യോഗത്തിൽ നിങ്ങൾ അറിയാത്ത ഒരാൾ വന്നിട്ടുണ്ട്. കാണാൻ മേലവനെ, കാണാൻ മേല. ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പ്രകാശം വാരി ചുറ്റിക്കൊണ്ട ഓ മിന്നുന്ന മുഖശോഭയുമായി ആർത്ത് പങ്കച്ച വ്യക്തിയാണ് ഈ പമ്പലിലൂടെ നടക്കുന്നു. നിന്റെ സൗഖ്യം, നിന്റെ വിടുതൽ നാളെയല്ല, ഇന്നാണ്. നിന്റെ അത്ഭുതം ഇന്നാണ്. Right now. അശുദ്ധാത്മാക്കളുടെ അധികാരങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. അധികാരത്തിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും പോരിന് ഇന്ന് രാത്രി അഴിയുന്നു. കുടുംബങ്ങളുടെ വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. മനുഷ്യനല്ലത് പ്രവർത്തിക്കുന്നത്, ലീഡേഴ്സ് അല്ലത് പ്രവർത്തിക്കുന്നത്, സംഘാടകരല്ല, പ്രീച്ചേഴ്സ് അല്ല, സൈന്യക്കാരുമല്ല, ശക്തിയാലുമല്ല. എന്റെ ആത്മാവിനാൽ തന്നെ, എന്റെ ആത്മാവിനാൽ തന്നെ, എന്റെ ആത്മാവിനാൽ തന്നെ, എന്റെ ആത്മാവിനാൽ തന്നെ. എന്തെങ്കിലും ഒന്ന് പ്രാപിച്ചോണം, എന്തെങ്കിലും ഒന്ന് പ്രാപിച്ചോണം, എന്തെങ്കിലും ഒന്ന് പ്രാപിച്ചോണം. കണ്ടിട്ട് പോയാ പോരാ, മേടിച്ചോണ്ട് പോകണം, പാഴ്സലുമായിട്ട് പോകണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം. മറക്കാത്തൊരു ശക്തി, മറക്കാത്തൊരു വീട്, മറക്കാത്തൊരു അത്ഭുതം ഇന്ന് രാത്രി മേടിച്ചോ. അവൻ നിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിന്റെ മുൻപിലുള്ള യോർദാൻ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പുറകോട്ട് പോകും, പുറകോട്ട് പോകും. ഇതിനകത്ത് വിശ്വാസത്തോടെ പറ, അത് പുറകോട്ട് പോകട്ടെ, അത് പുറകോട്ട് പോകട്ടെ. വർഷങ്ങളായി നിന്നെ മുക്കുവാൻ കൊതിക്കുന്ന ആ യോർദാൻ ഇന്ന് രാത്രി പിൻവാങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അടയാളം ഇന്ന് രാത്രി കർത്താവ് ചെയ്യാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ഈ ആസ്മ രോഗത്തിന് മരുന്നുണ്ടോ? കുറവല്ലേ? കഴിഞ്ഞ നോമ്പത്തെ വർഷം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടക്കുക 30 ദിവസം സിനിമാ തിയേറ്ററിൽ. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ ജനിച്ച കാരണം സിനിമാ തിയേറ്ററിൽ പോയാൽ ബാക്കി കിട്ടിയിട്ടില്ല. തിയേറ്ററിന്റെ ഉള്ളിൽ ഞാൻ കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പിടിന്ന് വിടത്തില്ല. അങ്ങനെ ഇന്നാളെ സുജാജാവ് നടത്താൻ ഒരു തിയേറ്റർ എടുത്തു.
ഞങ്ങൾ കണ്ടു. ബാൽക്കണി തറയില്ല, ഒരേ ടിക്കറ്റ്. ആളുകൾ നിറഞ്ഞ് യോഗം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ 30 ദിവസം ഉപവാസത്തിനിടയിൽ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ ജോളി പാസ്റ്റർ എന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു രഹസ്യം പറയാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ട്യൂബ് എടുത്തിനെ കാണിച്ച് ഈ ആസ്മയ്ക്ക് സ്പ്രേ ചെയ്യുന്ന സംഭവം. ഞാൻ വേറോസ് എടുക്കാൻ മറന്നാൽ ഇതെടുക്കാൻ മറക്കരുത്. കാരണം വേറോസ് ആരെങ്കിലും വായ്പ മേടിക്കും, ഇത് വായ്പ കിട്ടുകയില്ല. ഇത് ശരിക്കും പോകും, ഇതുമായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ ശ്രദ്ധിക്കാൻ 2 നോക്കാം. വീട്ടിൽ 50 കുപ്പി കാര്യം പണക്കും. ഞാൻ ചേട്ടാ അവരോട് പറയാൻ വന്നേ, ഉപവാസം തുടങ്ങി 1-ാം ദിവസം തൊട്ട് ഇത് വലിച്ചിട്ടില്ല. ഇപ്പൊ 10 ദിവസമായി. കാശ് പറയേണ്ടത് ചോദിച്ചു. എനിക്ക് ഇച്ചിരി വിശ്വാസക്കുറവാ. ഞാൻ ഇപ്പൊ പറയണം, ഇപ്പൊ പറയണത്. ചുരുക്കി പറഞ്ഞാൽ പുള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയേണ്ടത് ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ. ഉപവാസം തീർന്നതിന് ഉള്ളി പറഞ്ഞ് ഇനി പാസ് നടഞ്ഞാൽ ഞാൻ പറയുന്നത്. പുള്ളി ഈ ട്യൂബ് എല്ലാം കൊണ്ടാ പറഞ്ഞ കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, മരുന്നില്ലാത്ത രോഗം, മരുന്നില്ലാത്ത രോഗം, മരുന്നില്ലാത്ത രോഗം യേശു സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കി? കൈവച്ചില്ല. ഇല്ല, കൈവച്ചില്ല. കൈവെക്കാനൊന്നും പറ്റിയില്ലേ. സ്വോത്രം, സ്വോത്രം. നമ്മൾ ഈ തെറ്റായ സങ്കല്പങ്ങളിൽ പറയണം. കൈവെക്കണം നിർബന്ധമൊന്നുമില്ല. കൈവെക്കാൻ നിയോഗമുള്ളപ്പോ കൈവെച്ചോളൂ. നീ വേണേ കേറിയത് തൊട്ടോ, വേണമെങ്കിൽ കേറിയത് പിടിച്ചോ, വേണമെങ്കിൽ നിന്റെ സൗഖ്യം എടുത്തോ. അതുകൊണ്ട് ഈ കേസ് മാറത്തില്ല, ആ കേസ് മാറത്തില്ല. ഇത് പഴയതാ, ഇത് പഴകിയതാ, ഇത് അതാണ്, ഇത് അതാണ്, അതിതാണെന്ന് പറയണ്ട. യേശു ഉണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ അവൻ അസാധ്യമെന്ന് ഒന്നില്ലല്ലോ. അവനവരോടൊപ്പം നടക്കുക, യേശുവിനോടൊപ്പം നടക്കുക. സുഹൃത്തുക്കളെ, വീട്ടിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആത്മീയത്തിലെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്ക് യേശു പരിചയമുണ്ടോ? ഏത് സഭയിലാണ് ആരുടെ മോനാണെന്ന് ഞാൻ ചോദിച്ചില്ല. യേശുവിനെ പേഴ്സണലായിട്ട് പരിചയമുണ്ടോ? കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം. രാത്രിയിലും പകലും വഴിയിലും പെരുവഴിയിലും കൂടെ വരുന്ന ഒരു സർവശക്തനെ നിനക്കറിയാമോ? രാത്രി ഞങ്ങൾ അവനെ പരിചയപ്പെടുത്താം. അവൻ നിന്റെ കൈക്ക് പിടിക്കും, അവൻ നിന്റെ കൂടെ വരും, ഇടവഴിയിൽ ഉപേക്ഷിക്കുകയില്ല. അവൻ വഴിയിൽ നിന്നെ മറക്കുന്നവൻ അല്ല. മണിമല ടൗണിൽ നടന്ന കൺവെൻഷനിൽ മാന്യനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയി. സ്തോത്രം. അദ്ദേഹത്തിന് 60 വയസ്സുണ്ട്. ഞാൻ എത്ര കൊല്ലം ജീവിച്ചു? 55 കൊല്ലം കഴിഞ്ഞാ പോയത്. കഷ്ടം. 55 വയസ്സിന് ശേഷം അപ്പൊ വഴി കിട്ടിട്ട് പോകുന്നത് ആ മനുഷ്യൻ അല്ലേ? ഒരുമിച്ച് ജീവിച്ച പലരും വഴി കിട്ടിട്ട് പോയി. യോഗാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്നവൻ, ഓ വഴിയിൽ നിന്നെ അവൻ ഉപേക്ഷിക്കയില്ല. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സഹോദര, ഇന്ന് രാത്രി എഴുതിയിട്ടോ, നിന്റെ കൈക്ക് പിടിക്കാൻ ഒരുത്തരുണ്ട്. വിഷം കുടിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ച സഹോദരി, ഇന്ന് രാത്രി എഴുതിയിട്ടോ, നിന്റെ കൈക്ക് പിടിക്കാൻ ഒരുത്തരുണ്ട്. ഒരു കൈ നീട്ടി പിടിച്ചിരിക്കുക. നീ ഒന്നങ്ങ് നീട്ടിയാ മതി, ഒന്ന് കേറി പിടിച്ചാ മതി, ജീവിതം സുഖമായി. നമുക്ക് ഈ വചനത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം ചിന്തിക്കട്ടെ. ദൂതുപിടിയുള്ള വളരെ പറയാം. ഇതൊക്കെ തർക്കിച്ചുകൊണ്ട് പോകുമ്പോ യേശു അടുത്തിരുന്നു, നിങ്ങൾ എന്നെ തർക്കിക്കുന്നത്? സോറി, ഈ 2 പേര് തർക്കിക്കുമ്പോ അതിനകത്ത് കയറി ഇടപെടരുത്. ഇടപെടാൻ നിങ്ങൾക്ക് വീട്ടിൽ പറ്റിയില്ല. കാര്യം തീർന്നിട്ടില്ല. ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ബസ്സിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ 2 പേര് വഴിയിൽ വിളിച്ചു, ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നു, ഈ കോളി കാണുമ്പോൾ സൂര്യനാണോ എന്താ കാണുമെന്ന് ചോദിച്ചു.
ശ്രദ്ധിക്കാം. ഇവരുടെ സംഭാഷണം കാണുമ്പോൾ മനസ്സിലായി കുടിച്ചേച്ച. അപ്പൊ ഈ ഒരുത്തം പറഞ്ഞു സൂര്യനാണ് ഒട്ടും പറഞ്ഞു തരാം. ഈ വന്ന ചേട്ടൻ വേണം തീരുമാനം പറയും. പുള്ളി പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ലത് ഓർത്ത് അതേ പറ്റുള്ളൂ. രണ്ടുപേരും ഒന്ന് തർക്കിക്കുമ്പോൾ ഇടപെടുന്ന വളരെ സൂക്ഷിച്ചു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് അണിച്ചൂടെ മാറി നിന്നുള്ളൂ. എന്നാ കാര്യം അറിയോ? ഇവര് നാളെ ഒന്നാവും, നമ്മളവിടെ പോകുന്നു. കർത്താവ് കയറി ഇടപെട്ടു. കർത്താവ് ഇടപെട്ടറിയോ? തീർക്കാവുന്ന ഉറപ്പുള്ളതാണ്. നമ്മൾ ഇടപെടാതെ അറിയോ? തീർക്കുകയാണെന്നുള്ളതാണ്. ദൈവത്തിൽ സൂചിക്കാതെ അവൻ ഇടപെടുന്നവൻ. രണ്ടാമത്തെ ദൂത് അവൻ ഇടപെടുന്നവൻ. ഒന്നുറക്കെ പറയാമോ? അവൻ ഇടപെടുന്നവനാണ്. അവൻ നിന്റെ വിഷയത്തിൽ ഇടപെടും. അവൻ നിന്റെ ബിസിനസ്സിൽ ഇടപെടും. അവൻ നിന്റെ ഫാമിലി ലൈഫിൽ ഇടപെടും. അവൻ നിന്റെ സംഭാഷണത്തിൽ ഇടപെടും. അവൻ നിന്റെ കടഭാരത്തിൽ ഇടപെടും. അവൻ നിന്റെ ബലഹീനതയിൽ ഇടപെടും. അവൻ നിന്റെ രോഗത്തിൽ ഇടപെടും. അവൻ നിന്റെ ഭയത്തിൽ ഇടപെടും. അവൻ നിന്റെ നിരാശയിൽ ഇടപെടും. വിശ്വസിക്കുന്നവർ ഉറച്ച ദൈവത്തെ സ്തുതിക്കുക. അവൻ ഇടപെടും. ഇല്ലേ? ഇടപെട്ടിട്ടില്ലേ? അപ്പൻ ഇടപെടാതിരുന്നപ്പോൾ, അമ്മ ഇടപെടാതിരുന്നപ്പോൾ, ആരും ഇടപെടാതിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കൈ നിനക്ക് വേണ്ടി ഇടപെട്ടിട്ടില്ലേ? ജീസസ്. രാത്രി ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ കർത്താവ് ഇടപെടുന്നവനാണ്. നിന്റെ വിഷയത്തിൽ അവൻ ഇടപെടും. അവനത് പരിഹരിക്കും. അവന് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമില്ല. അവൻ ഇടപെടാൻ പറ്റാത്തൊരു പ്രശ്നമില്ല. അവൻ ഇടപെട്ടാൽ അത് മനോഹരമാവും. അവൻ ഇടപെട്ടു. ഉടനെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണോ? ഈ ലോകം നമുക്ക് കൺഫ്യൂഷനെ തരുന്നു. എന്നാൽ യേശു നമുക്ക് കൺവിക്ഷൻ തരും. കൺഫ്യൂഷൻ, കൺക്ലൂഷൻ, കൺവിക്ഷൻ, 3 സാധനമുള്ളൂ. സാധാരണക്കാരുടെ കൂടി കൺഫ്യൂഷൻ തരും. ബുദ്ധിജീവികളൊക്കെ കൂടി കൺക്ലൂഷൻ തരും. ഈശോമിശിഹാ വന്നിട്ട് കൺവിക്ഷൻ തരും. ഇതൊക്കെ എന്നതാ സാറേ പറയാം? കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം, സംശയം. ആര് വന്ന് പറഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഈ കാലിന്റെ മുട്ടിനൊരു ചെറിയ ചതവ് പറ്റി. ഒരാൾ വന്നിട്ട് പറഞ്ഞു അതേ ചിരട്ട മിക്കവാറും മാറി വെക്കേണ്ടി വരും. കൺഫ്യൂഷൻ ഉണ്ടാകുക. ഈ പുള്ളി ഓർത്തോയുടെ എന്ത് കഴിഞ്ഞാണ് ചുമ്മാ പറയുന്നതാണ്. വേറൊരാൾ വന്നിട്ട് ഇതുപോലെ ഒരാൾക്ക് വന്നിട്ട് ആ കാലിന്റെ യൂസ്ലെസ് ആയിപ്പോയി സഹായിക്കാൻ വരുന്ന. നമുക്കൊരു അപകടം പറ്റിയാൽ വരുന്നവർ എല്ലാവരും വീഡിയോസ് ആയിരിക്കും. വരുന്നവർ മുഴുവൻ ഡോക്ടർമാരോ. കൺഫ്യൂഷൻ. ഇന്ന ആശുപത്രിയിലോ അതിന് ആ ആശുപത്രി പോയത് പിന്നെ എവിടെ കൊണ്ട് വേറൊട്ട് പോയാൽ ഞാൻ പറയുന്നില്ല അതിന് അവിടെ പോയി. കാരണം ഇവർക്ക് എന്തെങ്കിലും ചോദിക്കും. ചില ഡോക്ടർമാര് ഇതുപോലെ തന്നെ എന്നെ ഇത്ര വയ്യ ഏത് കേസ് കൂടിയെന്നാണ് എങ്ങനെ വേണമുണ്ടോ അതിനെ ചോദിച്ചു. അയാൾ പറഞ്ഞ ഒരു സാധനം വീട് കിട്ടണ്ടേ? ഇങ്ങനെ കൺഫ്യൂഷനാണ് മൊത്തം ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ബുദ്ധിജീവികൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താം. അതാ കൺക്ലൂഷൻ. ദൈവപുത്രൻ ഇടപെട്ടാൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അവൻ വ്യക്തമായ ഉൾക്കാഴ്ച വരും. തിന്മ ഭവിക്കില്ല. അതാ ഉൾക്കാഴ്ച. നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു കർത്താവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് തിന്മ ഭവിക്കത്തില്ല. ഇതിനകത്തൊരു നന്മയുണ്ട്. ഇതാ കൺവിക്ഷൻ. അവൻ ഇടപെടുന്നു. ചില കഴിഞ്ഞപ്പോ യേശു ഇങ്ങനെ
മരിച്ച കാര്യവും ഉയർത്ത കാര്യവും ഒക്കെ ഇവർക്ക് ഡൗട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവോട് നമ്പർ 3 മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ശാസിക്കുന്ന യേശു. വാക്യം 25 വായിച്ചത്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു മതി, ഒരു മിനിറ്റ്. യേശു അവരെ ശാസിക്കുക. എന്താ വിളിച്ചത്? അങ്ങനെ വിളിച്ചാൽ മോശമല്ലേ? അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ചു. അവനവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ മന്ദബുദ്ധികള് ദൈവമക്കളുടെ ഇടയില് ഉണ്ട്. അത് ഏത് മന്ദബുദ്ധി? ആത്മീയ മന്ദബുദ്ധി. മറ്റേതെന്ന് പറയുന്നത് പുറമേ ഉള്ള ഒരു ചെറിയ പ്രശ്നമുള്ളൂ. അവർ ഭക്ഷണം കഴിക്കും, പക്ഷെ ഏതാണ്ട് ഒരു കുഴപ്പം പോലെ ഉണ്ടാവും, അത്രേ ഉള്ളൂ, വലിയ കുഴപ്പമാകാം. പക്ഷെ അങ്ങനെയുള്ളവരോട് നമ്മൾ സഹതാപത്തിൽ ഇടപെടുന്നത് ആവുന്നല്ലേ. ഇതുപോലെ വിശ്വാസത്തിലെ മന്ദബുദ്ധികളോട് നമ്മൾ ഗൗരവത്തിൽ ഇടപെടുന്നത്, സഹതാപത്തിൽ ഇടപെടണം. എന്താ ഈ വിശ്വാസത്തിൽ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിൽ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കുറെ വിശ്വസിക്കും, കുറെ വിശ്വസിക്കുക, കുറെ അംഗീകരിക്കും, കുറെ അംഗീകരിക്കും. ഇതാ മന്ദബുദ്ധി. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്നുള്ള അടിവരണം. ഇതിനകത്ത് പറയാമോ? ഞാൻ ഈ വചനം എന്ത് പറയുന്നോ അത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കണം. ഇനി എന്താ ഇത് വിശ്വസിച്ചത്, എന്താ വിശ്വസിക്കാത്തത്? 26 വാക്യത്തിലുണ്ട്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മഹത്വത്തിൽ കിടക്കുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടം, കഷ്ടം അനുഭവിക്കുന്ന യേശുവിനെ ഇഷ്ടമല്ല. നമുക്കും ഇഷ്ടമല്ല, പക്ഷെ ഇതാ പ്രമാണം. അപ്പൊ കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തിൽ കിടക്കും. അപ്പൊ മഹത്വത്തിലോട്ട് പോകാനുള്ള വഴി കഷ്ടതയുടെ വഴിയാണ്. ശരിയാണോ? അതെ. റോമർ 8:17 കൂടെ അതിന്റെ കൂടെ ചേർത്തു. പെട്ടെന്ന് വായിച്ചു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. പിന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇതിൽ കൂടുതൽ എന്നാ വ്യാഖ്യാനം വേണ്ടത്? സിമ്പിൾ അല്ലേ? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടവരൊക്കെ എന്ത് ചെയ്യണം? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. മനസ്സിലായെങ്കിൽ സ്വന്തം പറഞ്ഞാട്ടെ. അപ്പം അത് ഏത് തരം കഷ്ടതയാണെന്നൊന്നും വ്യാഖ്യാനിച്ച് സമയം കളയണ്ട. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലിരുന്നോട്ടെ. അപ്പൊ എന്തെങ്കിലും വന്നാലുടനെ ആശ്ചര്യപ്പെടണ്ട, ഇതിന്റെ കൂടെ ഉള്ളതാണെന്ന് ഓർത്തോ. കഷ്ടത എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വരാം. മാനസികമായ അസ്വസ്ഥത, സംഘർഷം, ടെൻഷൻ, രോഗം, ദുഃഖം, അപകടം, പലതും ജീവിതത്തിൽ വന്നെന്നിരിക്കാം. ഒന്നും കയറി അഭിപ്രായം ഒന്നും പറയരുത്. സ്തോത്രം. ഊഹം വെച്ചൊന്നും പറയരുത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നെന്നിരിക്കും. അപ്പോ തേജസ്സിലേക്ക് പോകേണ്ടത് വഴി കഷ്ടത്തിലൂടെയാണ്. കിരീടത്തിലേക്കുള്ള വഴി കാൽവറിയിലൂടെയാണ്. ഇത് ഇവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇവരെ മന്ദബുദ്ധിന്ന് വിളിച്ചത്. നമ്മൾ ആരും മന്ദബുദ്ധികളായിരുന്നു. നമ്മൾ കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. ഓക്കെ, ഞാൻ വേഗം പോയാലേ നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റുള്ളൂ. 4ാമത്തെ പോയിന്റ്, 4ാമത്തെ ചിന്ത 27ാമത്തെ വാക്യത്തിൽ വായിച്ചു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ 4ാമത്തെ കാര്യം, വചനം വ്യാഖ്യാനിക്കുന്ന യേശു. ഒന്നുകൂടെ വായിച്ചാണ് ദൈവദാസനെ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് യേശുവിനെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ ഒരു ഇച്ചിരി കാര്യം പറയുമ്പോൾ പിണങ്ങൊന്നും ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ വിഷമമുണ്ടാവും. ഈശോ മിശിഹ ഏത് ഭാഗമാണ് വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാം. ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെ. അതെങ്ങനെയാ?
അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ മോശയുടെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. ഇപ്പോഴത്തെ ഒരുപാട് ലേഖിച്ചെങ്കിൽ മോശയുടെ സകല പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്, തീർന്നില്ലേ? അപ്പൊ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം എടുത്തു. ഈ വഴിയെ 11 കിലോമീറ്റർ ഉണ്ടല്ലോ, എടുത്തു. ഓടിച്ചൊരൊറ്റ വ്യാഖ്യാനം. ഉൽപ്പത്തിക്കകത്ത് ഈശോമിശിഹ ഒറ്റ മക്കളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് കണ്ടിട്ടില്ല. കാണിച്ചു തരാം. പുറപ്പാട്ടിലുണ്ട്, ലേവിയിലുണ്ട്, സഖ്യയിലുണ്ട്, ആവർത്തനം ചോദിച്ചാൽ ആയതെന്നുള്ളൂ, 90% എല്ലാത്തിലും ഉണ്ട്. ഇതിനകത്തുനിന്നല്ല യേശുവിനെ കാണിച്ചു. ദാവീദിനെ അല്ല കാണിച്ചു കൊടുത്തത്, ഗോലിയാത്തിനെ അല്ല കാണിച്ചു കൊടുത്തത്, ഏലിയാവിനെ അല്ല കാണിച്ചു കൊടുത്തത്, യേശു. ഇവിടെയാണ് ഇവിടങ്ങളെന്ന് പറഞ്ഞത്. നമ്മൾ യേശുവിനെ കണ്ടില്ലേ പിന്നെ ബൈബിൾ വായിച്ചിട്ടാ കാര്യം. ഇത് ആയുസ് മുഴുവൻ ഈ ദാവീദും ഗോലിയാത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? ഞാനൊരു കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കാം. അപ്പൊ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറയാ, ഈ മരുമകളെ എന്നെ വിളിച്ച പദം പാസ്റ്റർക്ക് കേൾക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്ര കൂടുതലായിട്ടാണ്, ഇനി ഞാനോട് എന്തിനാ കേൾക്കും? അവളോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ സഹോദരി? ഒരു പറയാ, ഭാഷകളെ നിന്ദിനായി എഴുതുക, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക, ഭാഷ വായിച്ചിട്ടില്ല എന്നോട് ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തെ സങ്കീർത്തനത്തിൽ തന്നെയാണ് വർഷങ്ങളായി. ഹലോ, എന്റെ പൊന്നു ഭാഷയൊക്കെ സങ്കീർത്തനം വേണ്ടേ? വേണം. അതിനകത്തുനിന്ന് ക്രിസ്തുവിനെ കിട്ടണം. ഇത് ഈ കല്ല് 5 കല്ലുകളെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ 1 വർഷം തോട്ടിക്കിടന്ന് 5 കല്ലില്ല. എന്താ പാസ്സായി പറഞ്ഞത്? പഴയ നിയമത്തിൽ നിന്ന് പുറത്തു വരണം. പഴയ നിയമത്തിന്റെ സ്പിരിറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. സ്വന്തം എന്നെ പറഞ്ഞു വരുന്നത് ഒരു കുഴപ്പമില്ല, ഒരു ദുരുദ്ദേശവും അറിയില്ല, കറക്റ്റ് കാര്യം പറയുന്നത്. ഒന്നും പേടിക്കണ്ട. പഴയ നിയമം പഠിക്കണം, അതിനകത്തുനിന്ന് പുതിയ നിയമം എടുക്കണം, അതിനകത്തുനിന്ന് ക്രിസ്തുവിനെ കാണണം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം വരവേൽപ്പിച്ച ദൈവപുത്രനെ കാണാം. കല്ലെടുത്ത് തലക്കിട്ടെറിയുന്ന പ്രമാണമല്ലിത്. ശത്രുവിനെ സ്നേഹിക്കുന്ന പ്രമാണമായിരുന്നു. യേശു പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടു. അപ്പൊ അങ്ങനെയാണ് പുതിയ നിയമത്തിൽ നിന്ന് എന്താ കാണുന്നത്? പഴയ നിയമമായ യേശു ബൈബിൾ ക്ലാസ് എടുക്കുന്നെങ്കിൽ ക്രിസ്തു, പുതിയ നിയമമാണ് പിന്നെ ക്രിസ്തു അല്ലാതെ ഒന്നും ഇല്ല. നമുക്ക് ക്രിസ്തുവിനെ കിട്ടണം. ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ യേശു വലുതാകണം. നിങ്ങളുടെ മനസ്സിൽ യേശു വലുതാകണം. യേശു 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 അവനാരും വലിയവൻ. എത്ര മനോഹരമായ പാട്ടാ. നിങ്ങൾ പോണ വഴി മുഴുവൻ മനസ്സിൽ പറയണം, ഓ യേശു അവനെത്ര വലിയവനോ. തിരുവെഴുത്തുകളെ തെളിയിക്കുന്ന യേശു. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി വചനം പഠിക്കണേ. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചത് കൂടാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വചനം ധ്യാനിക്കണം കേട്ടോ. അവനത് പറഞ്ഞത്. വചനം വ്യാഖ്യാനിക്കാൻ ലൈസൻസ് ഉള്ളത് യേശുവിന്. യേശു വ്യാഖ്യാനിച്ചാൽ തെറ്റ്. അവൻ അവർക്ക് കൊടുത്തു. 5ാമത്തെ ഭാഗത്തേക്ക് വേഗം കയറാം. അടുത്ത വാക്യം, അതായത് 28. അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അതാണ് 5ാമത്തെ കാര്യം, ഭാവം കാണിക്കുന്ന യേശു. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചോളൂ. അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. എന്നെ ഏറ്റവും കരയിപ്പിച്ച വാക്യമാണ്. സന്തോഷം കൊണ്ട് കരുതല, സങ്കടം കൊണ്ടല്ല. എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചു, വളരെ സമയം ദൈവസന്നിധിയിലിരുന്നു. എനിക്ക് പിടികിട്ടി. ഞാൻ അത് നിങ്ങളോട് പറയാം. ഇങ്ങനെ നടന്നു വരിക 3 പേരും കൂടെ ഇവിടെ വന്നപ്പോ ഈ പാർട്ടികളുടെ വീട് നമ്മുടെ ക്ലയോപാവിന്റെ
ഒക്കെ വീടിയ അവരിങ്ങോട്ട് പോയി, യേശു ഇങ്ങോട്ടൊക്കെ പോയി. പോണ പോലെ ഭാവിച്ച് മനസ്സിലെ പ്ലാനോ അറിയോ ഇവരോടെ പോണമെന്ന ചുമ്മാ ഒരു ഭാവം. ഇതിന്റെ പേരാണ് ആശിപ്പിക്കുക. ഇവർ പകുതി കഴിഞ്ഞ് ചെന്നപ്പോഴാണ് കൂടെ വന്ന ആളെ കാണുന്നില്ല. വളരെ അയ്യോ പോകണം ഒന്നും വിടുന്നില്ല, വിളിച്ചിട്ട് വരാനിരിക്കുന്നത്. ഈ ചമച്ച എങ്ങനെയൊക്കെ ചെയ്യുമോ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് പോലെ. ഭാവം കാണിക്കുക, നിർബന്ധിക്കുമ്പോൾ വരിക, ഇതെന്തൊരു പരിപാടിയാണ്. സംശയം തീർക്കാം. പടകിൽ ഉറങ്ങിയത് ഓർക്കുന്നുണ്ടോ? ഇത്ര ഭയങ്കര കാറ്റടിക്കുമ്പോ എന്താ ഉറക്കാം. വെള്ളം കയറിയേ മരണോപ്പാട് എടുക്കുമ്പോൾ ഉറക്കാം. ഇവര് ഉണർത്താന നമുക്കൊരു ലെസനാണ് ഇതൊക്കെ. നീ ഉണർത്തണമെന്നാണ് അതിന്റെ അർത്ഥം. ഇതോ നീ വിളിക്കണമെന്ന്. കടന്നു പോകുന്ന ഭാവം കാണിച്ചെന്റെ പോലെ. എന്നാലും അതിന്റെ ശരിയായ അർത്ഥം എന്നാ പറയാം. അവൻ ചില സമയത്ത് കൈവിട്ടതുപോലെ നമുക്ക് തോന്നും. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. നിങ്ങളതിനാലെ ധൈര്യത്തോടും കൂടെ കർത്തരിൽ ആശ്രയിപ്പീൻ. നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ കർത്തരിൽ ആശ്രയിപ്പീൻ. കൈവിടുക. പക്ഷേ പഠനത്തിന്റെ ഉള്ളിലെ വ്യാഖ്യാനം ദൈവം നമ്മുടെ ഉള്ളിൽ എഴുതി തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒടുവിലത്തെ ഭാഗം കേട്ടു. ചില സമയത്ത് അവൻ നമ്മളെ വിട്ടുപോയതുപോലെ, എന്നാൽ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ തിരിച്ചു വരും. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ? റിയലായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവർ മാത്രം കൈ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ സത്യാണോ? പ്രൈസ് ദി ലോർഡ്. 2001 ഞങ്ങൾക്കുണ്ടായ അപകടത്തിൽ രാത്രി 12:30 മണി സമയത്ത് ഞങ്ങൾ വഴിയിൽ ബ്ലഡിനകത്ത് മുങ്ങിക്കിടക്കുമ്പോൾ, ബ്ലീഡിങ്ങോട് തന്നെ മരിച്ചു പോകും. അരമണിക്കൂറൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ, അതിന്റെ 2 മണിക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചതാ യേശു ജീവിക്കുന്നു. തൃശ്ശൂർ ടൗണിൽ നിന്ന് പ്രസംഗിച്ചു വരിക, യേശു ജീവിക്കുന്നു, കൈവിടുകയെന്നൊക്കെ പ്രസംഗിച്ചതാണ്. പിശാച് ചോദിച്ചു, എവിടെ നിന്റെ ദൈവം? എവിടെ നിന്റെ ദൈവം? എനിക്ക് മനസ്സിലായി. പോണ പോലെ ഭാവിച്ചതാ. പോയില്ല, 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 ഇല്ല, പോയില്ല, പോയില്ല. അവൻ പോയില്ല. അവൻ നിന്നെ വിട്ടു പോയില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ നോക്കി. ഹല്ലേലൂയ. എന്റെ ചേട്ടന്മാരാരും അവരെ അടുത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പനില്ല, അമ്മയില്ല. തിരുവഴിയിൽ ഞങ്ങൾ കിടന്നു. മനസ്സിൽ പല ചോദ്യങ്ങൾ വന്നു. ഇല്ല, അവൻ കൈവിടുകയില്ല. ഇല്ല, അവൻ നിന്നെ വിട്ടവൻ പോകത്തില്ല. നിന്നെ വിട്ടവൻ പോകത്തില്ല. ചിലപ്പോൾ ചില മാസങ്ങൾ അവൻ മാറിയതുപോലെ തോന്നും. ചില ആഴ്ചകൾ മറുപടി തരാത്തതുപോലെ തോന്നും. ചില മാസങ്ങൾ അവൻ നിന്നെ വിട്ടുപോയതുപോലെ തോന്നും. ഒന്ന് നിലവിളിച്ച് നോക്ക്. ഒന്ന് നിലവിളിച്ച് നോക്ക്. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഒന്ന് നിലവിളിച്ച അവൻ തിരിഞ്ഞു വരും. Glory to God. Glory to God. Glory to God. അവൻ തിരിഞ്ഞു വരും. ഞാൻ ഉത്തരം തരാം. ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് അറിയണേ പ്രിയപ്പെട്ടവരെ. നമ്മൾ പാട്ടെല്ലാം പാടി ആവേശം മാത്രമായിട്ട് പോയിട്ട് ഇത് വചനം അറിഞ്ഞില്ലേ വഴിയല്ലേ.
വചനം അറിഞ്ഞിട്ട് പാടാവേറുണ്ടല്ലോ. എന്റെ പൊന്നെ എന്നാ രസാന്നറിയോ കേട്ടോ. ആവർത്തനം 32:11. ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് കേട്ടോ. കഴുകൻ തന്റെ കൂടടക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ശ്രദ്ധിച്ചോ, ദൈവം നമ്മളെ ഇങ്ങനെയാണ് വളർത്തുന്നത്. ഞാൻ 3 കാര്യം കാണിക്കാം. ഒന്നുകൂടെ വായിച്ചോ. കഴുകൻ തന്റെ കൂടടക്കി. നമ്പർ 1, കൂട് അനക്കുന്ന കഴുകൻ. വായിച്ചോ. കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. 2, മുകളിൽ പറക്കുന്ന കഴുകൻ. വായിച്ചോ. താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ 3 ചിറകേൽ എടുക്കുന്ന കഴുകൻ. സ്വന്തം ഇതുപോലെയാണ് കർത്താവ് തന്നെ മക്കളെ വളർത്തുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ മക്കളെ തന്റെ മക്കളെ വളർത്തുന്നെങ്കിൽ അപ്പം നല്ല സ്ട്രോങ് ആയ കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കുന്നു. അതിനകത്ത് സോഫ്റ്റ് ആയ സാധനങ്ങൾ വെച്ചിട്ട് മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് ഹാപ്പി ഫാമിലി, എന്നാ സന്തോഷമാണ്. കഴുകൻ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, നല്ല സാധനങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം വാ പൊളിച്ച് മേടിച്ച് കഴിച്ചിട്ട് എത്ര നല്ലവൻ മതിയായവൻ എന്നിങ്ങനെ പാട്ട് പാടിയിരിക്കും. ഇങ്ങനെ ഒരു കുറേ ദിവസം ചാപ്പാട് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വിചാരം എന്തൊരു നല്ല ജീവിതമാണ്, ഈ കർത്താവിനെ കണ്ടില്ലാതെ എന്തായി പോയേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കൂടെ പിടിച്ചൊരു കുലുക്ക്. അപ്പൊ വായിച്ച കൂട് കഴുകൻ തന്റെ കൂട് അനക്കി. അപ്പൊ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഉടനെ ഈ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു അറിയാം, യേശുവിനെ നമുക്ക് തോന്നിച്ചാൽ. കാരണം അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ശാസിച്ചു. അപ്പൊ തള്ള പറയാ, മോനെ പിശാചല്ല, ഞാനാ ഉലുക്കുന്നത്, ഞാനാ ഉലുക്കുന്നത്. നീ വിഷമിക്കണ്ട, കൊല്ലാനല്ല, വളർത്താനാ, നശിപ്പിക്കാനല്ല, പ്രമോഷൻ തരാനാ, നിന്റെ അന്ത്യം കുറിക്കാനല്ല, നിന്റെ ശുശ്രൂഷ ഉയർത്താനാ. ഇപ്പൊ ദയനീയമായിട്ട് തള്ളയുടെ മുഖത്തോട്ട് നോക്കി, എന്തിനാ ഞങ്ങളോട് മോനെ, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നീ അറിയുന്നില്ല, പിന്നെ അറിയും. അങ്ങനെ 2 ദിവസം കുലിക്കേച്ച് ഒന്ന് നിർത്തും. അപ്പൊ ഈ പാട്ട് പാടും, കഷ്ടങ്ങൾ സാരമില്ല, അങ്ങനെ പാടും. അങ്ങനെ 1-2 സന്ധ്യയായി വിശ്വസമായി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കുലുക്ക്. ഈ കുലുക്ക് തുടങ്ങിയാൽ പിന്നെ കുറെ ദിവസം കുലുക്കാം എഴുതിട്ടോ. അങ്ങനെയാണ്. അപ്പൊ എല്ലാ വർഷവും കുലുക്കും, അലിയനും കുലുക്കും, ആങ്ങളെ കുലുക്കും, പെങ്ങളും മൊത്തം കുലുക്കും. അങ്ങനെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി കാണത്തില്ല. ഗതികേടിന്റെ സമയത്ത് എല്ലാവരും കുലുക്കും. പേടിക്കണ്ട, പേടിക്കണ്ട, ജീവൻ തന്നവനാ ഇതിന്റെ പുറകെ. കർത്താവറിയാതെ, കർത്താവറിയാതെ, കർത്താവറിയാതെ എന്റെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുന്നില്ല. നിങ്ങൾ ഉപദേശം അറിയില്ലെന്ന് കഴിയും. കർത്താവ് അറിയാതെ മന്ത്രവാദി വിചാരിച്ചാൽ നിന്റെ തലയിലെ രോമം വീഴുവോ? ഇല്ല. വിശ്വസിക്കേ, ഉറക്കെ. കർത്താവ് അറിയാതെ, കർത്താവ് അറിയാതെ, എന്റെ കർത്താവ് അറിയാതെ, എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഉറക്കണം, അങ്ങ് ഉറക്കി, പാറ പോലെ അങ്ങ് ഉറക്കി. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളോട് വാ, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഓപ്പറേഷൻ വേണോ? കുഴപ്പമില്ല, കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല. സംഗതി കുഴഞ്ഞെന്നാണോ പറഞ്ഞത്? ഇല്ല, എന്റെ കർത്താവ് അറിയാതെ. കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത കുലിപ്പ് തുടങ്ങി. ഈ പ്രാവശ്യത്തെ കുലിപ്പ് കഠിനമാണ്. തലയെ കുത്തി താഴെയിട്ടു. താഴോട്ട് പോയപ്പോൾ കഴുകൻ മുകളിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ നിൽക്കുക. ഈ പുള്ളി എന്നെ കാണിക്കണം നോക്കാൻ. ഇങ്ങനെ താഴോട്ട് പോന്നപ്പോൾ ഇങ്ങനെ പിടിക്കാനായിരിക്കുന്നു. 3ാമത്തെ സ്റ്റേജ് കുഴഞ്ഞ് താഴെ എത്തിയപ്പോൾ തള്ള താഴെ വന്നു. എന്നാ സ്പീഡാണ് ഇത് കൊഴിയുന്ന കണ്ടപ്പോഴേ മുകളിൽ നിന്ന് പുള്ളി താഴെ വന്നു. വീണത് എവിടെയാണെന്നറിയോ? അമ്മയുടെ ചിറകല്ലേ. കൈവിടുകയില്ല അവനല്ലതിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ.
ഒടുവിലത്തെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, അവൻ ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, ഈ വിധ സ്നേഹിതൻ പാരില്ല, അവൻ ഈ വിധ സ്നേഹിതൻ പാരില്ല, വീണ്ടെടുത്തോരെല്ലാം ചോരയാ, പാടിയോ. കൈവിടുകയില്ലവനല്ലരിൽ ശാശ്വത കൈകളിൽ, അവൻ കൈവിടുകയില്ലവനല്ലരിൽ വീഴുകിൽ ശാശ്വത കൈകളിൽ, ജീവിത സ്നേഹിതൻ പാരില്ല, ജീവിത സ്നേഹിതൻ പാരില്ല, അവൻ കൈവിടുകയില്ല. കഴുകൻ കുഞ്ഞിനെ തള്ളിയിട്ട് കുഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് ചിറകിങ്ങനെ അനക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് പറക്കാൻ കഴിയും. അങ്ങനെ ആദ്യമായിട്ട് പറക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യമായിട്ട് പറക്കല്ലേ, പെട്ടെന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ തള താഴെയെത്തി. തിരിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടെന്ന് വെച്ചപ്പോ ചോദിക്കുക, അമ്മ ഒരു കാരണം സംശയം ചോദിച്ചോട്ടെ, എന്തിനാ ഇത്ര ക്രൂരമായിട്ട് എന്നോട് പ്രവർത്തിച്ച്? മാനെ പറയാം, നീ പറക്കാൻ വേണ്ടി ജനിച്ചതാ, നീ പറക്കാൻ വേണ്ടി ജനിച്ചതാ, എരക്കാൻ വേണ്ടി ജനിച്ചതല്ല, എഴയാൻ വേണ്ടി ജനിച്ചതല്ല, നീന്താൻ വേണ്ടി ജനിച്ചതല്ല. പറക്കാൻ 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 പറക്കാൻ. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെക്കാളും ഉയരത്തിൽ പറക്കേണ്ടവരാണ് കഴുകൻ. നീ എന്റെ മകനാണെങ്കിൽ നീ പറക്കണം. നിന്നെ ഞാൻ ഈ കൂട്ടിലിരുത്തി ചാപ്പാടുന്ന നീ ജന്മത്തു പറക്കത്തില്ല. ഓ അങ്ങനെയല്ലേ? അതെ. അപ്പൊ നമ്മൾക്ക് ഒരു ട്രെയിനിങ് വേണം. അതിനായി പ്രശ്നങ്ങൾ. ഒരു പ്രായമായ അപ്പൻ ഒരു ബാഗിൻ തോളിൽ റെയിൽവേ സ്റ്റേഷനിൽ പഠിക്കാൻ വന്നിട്ട് ഒരു കൊച്ചിനോട് ചോദിച്ചു, മോനെ ഇനി എപ്പോഴാണ് വണ്ടി?
നമ്മളിത് ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, അത് കിട്ടുമോ? ഓടിയാൽ കിട്ടും. വലിയപ്പന് ഓടാൻ വയ്യ, പതുക്കെ പതുക്കിയാ പോകണം. ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഈ ചെറുക്കൻ പട്ടി അഴിച്ചു, ഈ ചെറുക്കൻ പട്ടി അഴിച്ചു, പട്ടി കുറച്ചുകൊണ്ട് ചാടി വലിയപ്പൻ ഓടി ട്രെയിനിൽ കയറി. ട്രെയിനിന്റെ സൈഡ് സീറ്റ് വന്നിട്ട് ചോദിച്ചു, പൊന്നുമാനെ എന്തിനാണ് അതിനോട് ഉപദ്രവം ചെയ്തത്? വലിയപ്പ എന്റെ പട്ടി കടിക്കുകയില്ല. ഇല്ല ഇല്ല, ഞാനൊരു ഉപകാരം ചെയ്തതാണ്, ട്രെയിൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. നിന്റെ ജീവിതത്തിന് നേരെ ആരൊക്കെയോ ഓരോ പട്ടിയെ പണ്ടടിച്ച് വിട്ടില്ലേ? അല്ലേ? അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ എത്തിയത് അല്ലേ? അപ്പൊ ആ പട്ടി അടിച്ചു വിട്ടവർക്ക് ചായം അടിച്ചു കൊടുക്കണം. നിന്റെ ജീവിതത്തിന് നേരെ അപമാനത്തിന്റെ പട്ടി, പരിഹാസത്തിന്റെ പട്ടി, നിന്ദയുടെ പട്ടി, കാലുവാരുന്ന പട്ടി നിനക്കെതിരെ അഴിച്ചുവിട്ടെങ്കിൽ നീ ഇന്ന് ഇവിടെ എത്തി, നീ ഇന്ന് ഈ ശുശ്രൂഷയിലെത്തി, നീ ഇന്ന് ഈ പൊസിഷനിലെത്തി, നീ ഇന്ന് ഈ അഭിഷേകത്തിലെത്തി. അപ്പൊ വലിയൊരു സ്പീഡുണ്ട്. പട്ടി വന്നാലേ എടുക്കൂ. ദൂത് കേട്ടോ, നിനക്ക് ഇതിൽ കൂടുതൽ പവർ ഉണ്ട്, നിനക്ക് ഇതിൽ കൂടുതൽ മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ഉപസിക്കാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ആത്മാക്കളെ നേടാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ കർത്താവിന് പ്രയോജനപ്പെടാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ശോഭിക്കാൻ പറ്റും. നിന്നെ അതിനുവേണ്ടി സൃഷ്ടിച്ചത്, നിന്റെ ഉള്ളിൽ പവറുണ്ട്, അത് പുറത്തോട്ടൊന്ന് വരണം. ആ പവറൊന്ന് പുറത്തോട്ട് വരണം. അതിനാണ് ഈ പ്രതികൂലം, അതിനാണ് ഈ കഷ്ടതകൾ, അതിനാണ് പ്രതിസന്ധി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ കൈവിടത്തില്ല. മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇവര് വിളിച്ചപ്പോൾ തിരിച്ചു വന്നു, ഇവര് വിളിച്ചപ്പോൾ തിരിച്ചു വന്നു. അവരുടെ കൂടെ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു, കണ്ണു തുറന്നു. ഓ, ഇതെന്താ വലിയ അത്ഭുതമാണ്. നമ്മുടെ കർത്താവ് കണ്ണു തുറപ്പിക്കുന്നവനാണ്, കണ്ണു തുറപ്പിക്കുന്നവനാണ്. ഒരു കഷ്ടത കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊന്നുകൂടെ തുറക്കും. ഒരു പ്രതികൂലം കഴിയുമ്പോൾ കണ്ണൊന്നുകൂടെ തുറക്കും. ഒരു പ്രതിസന്ധിയുടെ കാലാവസ്ഥ ഒരു ഘട്ടമാണ്, അതൊരു ഘട്ടം. ആ ഘട്ടം കഴിയുമ്പോൾ നിന്റെ സൈറ്റ് കുറവുകൾ വർദ്ധിക്കുകയാണ്. ശരിയാണോ? നോക്കി, ഇന്നലെ വരെ കാണാത്ത ജനത ഇന്ന് നീ കാണുന്നില്ലേ? മുൻകാലങ്ങളിൽ കാണാത്ത ജനത ദൈവം കാണുന്നില്ലേ? ഇന്ന് രാത്രി ദൈവം ചിലരുടെ കണ്ണുകൂടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ചിലരുടെ കണ്ണുകൂടെ അവൻ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കണ്ണു തുറക്കണം. ഹാഗാറിന്റെ കണ്ണു തുറന്നു, അവൾ ഉറവ കണ്ടു. ഇന്ന് രാത്രി ദൈവം നിന്റെ കണ്ണു തുറക്കാൻ പോവുക. നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഉറവ വെളിപ്പെട്ടു വരാൻ പോവുക. നിന്റെ നന്മ മറഞ്ഞു കിടക്കുന്നത് ഇന്ന് രാത്രി നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരുന്നു. അവൻ കണ്ണു തുറക്കുന്നവനാണ്. ഇന്ന് രാത്രി ഈ കമ്പനിൽ അങ്ങോളം ഇങ്ങോളം കണ്ണു തുറക്കുന്ന യേശു വന്നിരിക്കുക. കണ്ണു തുറക്കുക, നിന്റെ ഭാവിയെ കാണുക, നിന്റെ തലമുറയുടെ ഭാവിയെ കാണുക, നിന്റെ വിനാശഭാവം. ഇതോ അവൻ കണ്ണു തുറക്കുന്നു, ഇതാ അവൻ കണ്ണു തുറക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എന്റെ കർത്താവേ, എന്റെ കണ്ണിന് രാത്രി തുറക്കണം. എല്ലാവരും പ്രാർത്ഥന ആരംഭിച്ചാട്ടെ, പ്രാർത്ഥന ആരംഭിച്ചാട്ടെ, ദൈവത്തോട് സംസാരിക്കാൻ ആരംഭിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ. കേവലം പ്രസംഗം മാത്രമാണോ? അല്ല, ദൈവത്തിന്റെ കൈ ഇവിടെ ഇറങ്ങി വരും. ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും. അവൻ ഇന്ന് ചിലരുടെ കണ്ണ് തുറക്കും, അവൻ ഇന്ന് ചിലരുടെ കെട്ടഴിക്കും. അഭിഷേകത്തിന്റെ പുതിയൊരു അളവ് ചിലരിന്ന് രാത്രി പ്രാപിക്കും. നിരാശയുടെ കയറുകൾ കുടഞ്ഞു കളയുക. കേവലം ഒരു ഊഹമല്ല, ഒരു തോന്നലല്ല, വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചു. ഇന്ന് ചില കെട്ടുകൾ അഴിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. കർത്താവിനെ വ്യക്തമായി കാണിച്ചു. ചിലരിന്ന് രാത്രി ഉയർത്തെഴുന്നേൽക്കുന്ന രാത്രിയോ നിന്റെ അത്ഭുതം കൈനീട്ടി പിടിച്ചോ.
നിന്റെ വിടുതൽ കൈനീട്ടി എടുത്തോ, നിന്റെ ശുശ്രൂഷ കൈനീട്ടി എടുത്തോ, നിന്റെ നന്മ കൈനീട്ടി എടുത്തോ, നിന്റെ വാഗ്ദത്തങ്ങൾ കൈനീട്ടി എടുത്തോ, നിന്റെ വിടുതലുകൾ കൈനീട്ടി എടുത്തോ, നിന്റെ കാഴ്ചപ്പാടുകൾ കൈനീട്ടി എടുത്തോ. പരിശുദ്ധാത്മാവും വചന ശുശ്രൂഷകൾ ഒരുമിച്ചുള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ചെറുപ്പത്തിൽ കൺവെൻഷൻ പ്രത്യേകത എന്താണെന്നറിയാമോ? ആത്മാവിലെ ആരാധനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, വചന ശുശ്രൂഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങിയെങ്കിൽ നിന്റെ വിടുതൽ ഇന്ന് രാത്രി പേടിക്കണം. ഇത് വെറുതെ ആവേശമൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാണ്, ഇത് ഒരു പ്രത്യേക സന്ദർശനത്തിന്റെ രാത്രിയാണ്, ഇത് ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഈ മുൻനിരയിലല്ല, ഈ പകുതിയല്ല, പുറകത്തെ അറ്റം വരെ ദൈവത്തിന്റെ തേജസ്സിന്റെ രാത്രി ഇറങ്ങുന്നു. ഈ പന്തലിൽ ഈ ശബ്ദം അനുഭവിക്കുന്നു എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ദൈവത്തെ സുഖിതോ ശക്തിയോടെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്, ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിടുതൽ ഏറ്റെടുക്കോ. അഭിഷേകത്തിന്റെ പുതിയൊരു അളവ് ഈ സഭയുടെ തുടരണമേ. ആ പൂർണ്ണ ഇന്ന് രാത്രി തുടരണമേ. അഭിഷേകത്തിന്റെ പുതിയൊരു അളവ് ഇന്ന് രാത്രി സഭയുടെ തുടരണമേ. ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകം ഈ നിന്റെ അഭിഷേകമാർക്ക് തുടരണമേ. നിന്റെ ആസനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തിയേറിയ ഒരു അഭിഷേകം രോഗികൾ ഇന്നത്തെ സൗഖ്യമാകണം, ഭൂതങ്ങൾ ഇന്നത്തെ വിടട്ടെ, അന്തോളത്തിന്റെ ശക്തികൾ ജനങ്ങൾ വിട്ടുമാറട്ടെ.
ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ അഭിഷിക്തന്മാർ വെറുതെ വചനം പറയാൻ മാത്രമല്ല വന്നത്, നിങ്ങളെ കേട്ട് അഴിക്കാനുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രോഗികളുടെ കൈ വെച്ചാൽ സൗഖ്യം വരുന്നതാണ്. പ്രാർത്ഥന ആവശ്യമുണ്ടോ? റിയലായിട്ട് ദൈവം നിങ്ങളോട് ഇടപെട്ടോ? കർത്താവ് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് സൗഖ്യമാക്കാൻ വിശ്വാസമുള്ളത് കണ്ടു. നടക്കാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ ഒരു ടച്ചിങ് ഉണ്ടായെങ്കിൽ മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെ. ഇപ്പോൾ എല്ലാവരും വീടാക്കാൻ പോവുക. ഈ കൺവെൻഷൻ വന്നിട്ട് എന്തിനാ നിർത്തി വെച്ച് പോകണേ? വണ്ടി ഇട്ടിട്ടില്ലേ? എന്തിനാ വെള്ളം വെക്കുന്നത്? ഒരു വീട് അനുഭവിച്ചിട്ട് പോകണം. ഒരു മൂന്നര അനുഭവത്തിനകത്ത് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടാകും. വളരെ സ്പെസിഫിക് ആയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഈ എഴുന്നേൽക്കുന്ന സമയത്ത് വേഗം മുന്നോട്ട് വരണം. എല്ലാവരും എഴുന്നേക്കാം. ഇവിടെ ഒരു വർഷം ചെയ്യുന്നു. ഒന്നും നോക്കാതെ വിശ്വസിച്ചുകൊണ്ട് പാടിയോ, പൂർണ്ണ തൃപ്തിയോടെ സന്തോഷത്തോടെ ആരാധിച്ചോ. കർത്താവിന്റെ രാത്രി ചെയ്യാൻ പോകാം. ഇന്ന് രാത്രി അഭിഷേകം നിങ്ങൾ ബാധിക്കും. ഒരാൾ പോകരുത്, ഒറ്റയാൾ പോകരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളവർ മാത്രം വേഗം മുന്നോട്ട് വരിക.
കണ്ണുകൾ തുറന്നിരിക്കുക. ശത്രുവാദ പിശാചൻ അടച്ചുവിട്ടിരുന്നായ നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, കരുതലുകൾ കാണത്തക്കവണ്ണം ദൈവത്തിന്റെ ഹൃദയദൃഷ്ടികളെ തുറന്നാൽ ദൈവത്തിന്റെ മഹത്വം കലർത്തിയാണ്. ദൈവത്തിന്റെ ദാസന്മാരുടെ വാക്ക് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അഭിഷേകത്തിന് ശുശ്രൂഷിക്കുവാൻ ദൈവത്തിനെ ബലപ്പെടുത്തി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥന കടന്നു പോകാം. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഇപ്പോൾ നിന്റെ ജനങ്ങൾ ഭവനങ്ങളെ കടന്നു പോകുമ്പോൾ യാത്രയിലും കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അതിമുഖത്തുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരമായ കൂട്ടായ്മയും സംസർവും കാവലും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥന എല്ലാ വിഷയങ്ങളോടും ഈ ജനത്തോടും കൂടെ എപ്പോഴും